ഹായ്, നമസ്കാരം. ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് നടന്ന 7 ഘട്ടങ്ങളിലായുള്ള തിരഞ്ഞെടുപ്പ്, ആ തിരഞ്ഞെടുപ്പിന് ഇന്നത്തോടെ സമാപനം കുറിച്ചിരിക്കുകയാണ്. അക്യുറേറ്റ് സർവേയുടെ റിപ്പോർട്ട് ഞങ്ങൾ പുറത്തുവിടുകയാണ്. ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലെയും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെയും രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലങ്ങളെ വിലയിരുത്തിക്കൊണ്ട്, ഇന്ത്യയിലെ പൊതുവായ രാഷ്ട്രീയ സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണം ഏത് മുന്നണിക്ക് ലഭിക്കും, ഓരോരോ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഓരോ മുന്നണിക്കും എത്ര സീറ്റുകൾ വീതം കിട്ടുമെന്നതിൻ്റെ സർവേ റിപ്പോർട്ടാണ്, സാധ്യത ലിസ്റ്റാണ് ഞങ്ങളുടെ നിരീക്ഷണത്തിൽ, ഞങ്ങളുടെ പരിശോധനയിൽ കണ്ടെത്തിയ റിപ്പോർട്ടാണ് ഞങ്ങൾ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുന്ന രാജ്യവും ഇന്ത്യയാണ്. 97 കോടിയിലധികം ഒഫീഷ്യൽ വോട്ടർമാരും 55 ലക്ഷം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനും 10.5 ലക്ഷം പോളിംഗ് സ്റ്റേഷനുകളും 1.5 കോടിയിലധികം വരുന്ന തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും 4 ലക്ഷത്തിലധികം വരുന്ന വാഹന വ്യൂഹവും ഏർപ്പെടുത്തിക്കൊണ്ട് നടത്തിയ തിരഞ്ഞെടുപ്പ്. ഈ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് പ്രത്യേകിച്ചും വളരെ ഗൗരവത്തോടും ആകാംക്ഷയോടും കൂടി ലോകം ഉറ്റുനോക്കുകയാണ്. നമുക്കറിയാം, ഇന്ത്യയിലെ ജനങ്ങൾ പൊതുവെ രാജ്യത്തിന് എന്തോ ഒരു അപകടം വരാൻ പോകുന്നു, രാജ്യത്തിൻ്റെ ജനാധിപത്യവും മതേതരത്വവും ഭരണഘടനയും അപകടത്തിലാകാൻ പോകുന്നു എന്ന ഒരു ചിന്ത ജനങ്ങളിൽ ഉണ്ടാവുകയും അതിനനുസരിച്ച് ജനങ്ങൾ പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പായിക്കൊണ്ടാണ് ഈ തിരഞ്ഞെടുപ്പിനെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നമ്മൾ ആദ്യമായി ജമ്മു കാശ്മീരിൻ്റെ റിസൾട്ടാണ് പറയാൻ പോകുന്നത്. ജമ്മു കാശ്മീരിൽ മൊത്തമുള്ളത് 6 സീറ്റുകളാണ്. ആ 6 സീറ്റിൽ 3 സീറ്റ് ഇന്ത്യ മുന്നണിക്കും 3 സീറ്റ് NDAക്കുമായിരിക്കും. പിന്നെ മറ്റൊന്നുള്ളത് ചണ്ഡീഗഡാണ്. ചണ്ഡീഗഡിൽ ആകെ ഒരൊറ്റ സീറ്റ് മാത്രമാണുള്ളത്. ആ ഒരു സീറ്റ് NDAക്കായിരിക്കും. അതുപോലെ പഞ്ചാബിൽ മൊത്തം 13 സീറ്റുകളാണ്. ആ 13 സീറ്റിൽ 13ഉം ഇന്ത്യ മുന്നണിക്കായിരിക്കും. പിന്നെ ഹിമാചൽ പ്രദേശിൽ 4 സീറ്റുകളാണ് മൊത്തമുള്ളത്. ആ 4 സീറ്റിൽ 2 സീറ്റ് ഇന്ത്യ മുന്നണിക്കും 2 സീറ്റ് NDAക്കുമായിരിക്കും. നമ്മുടെ നിരീക്ഷണത്തിൽ നമ്മൾ കണ്ടെത്തിയത് സാധ്യത 24 സീറ്റുകളിൽ 18 സീറ്റ് ഇന്ത്യ മുന്നണിക്കും 6 സീറ്റ് NDAക്കുമായിരിക്കും. ഹരിയാനയിൽ മൊത്തം 10 സീറ്റുകളാണ്. ആ 10 സീറ്റിൽ 5 സീറ്റ് ഇന്ത്യ മുന്നണിക്കും 5 സീറ്റ് NDAക്കുമായിരിക്കും. പിന്നെ ഉത്തർപ്രദേശ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായിട്ടുള്ള ഉത്തർപ്രദേശ്, അവിടെ മൊത്തം ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ പാർലമെൻറ്റ് മണ്ഡലങ്ങളുള്ളതും ഉത്തർപ്രദേശിലാണ്. അവിടെ മൊത്തം 80 സീറ്റുകളാണുള്ളത്. ആ 80 സീറ്റിൽ 32 സീറ്റ് ഇന്ത്യ മുന്നണിക്കും ബാക്കി വരുന്ന 48 സീറ്റ് NDAക്കുമായിരിക്കും. പിന്നെ ഡൽഹിയിൽ മൊത്തം 7 സീറ്റുകളാണ്. ആ 7 സീറ്റിൽ 4 സീറ്റ് ഇന്ത്യ മുന്നണിക്കും 3 സീറ്റ് NDAക്കുമായിരിക്കും. അതുപോലെ രാജസ്ഥാനിൽ മൊത്തം 25 സീറ്റുകളാണ്. ആ 25 സീറ്റിൽ 10 സീറ്റ്
ഇന്ത്യ മുന്നണിക്കായിരിക്കും. ബാക്കി വരുന്ന 15 സീറ്റ് NDAക്കായിരിക്കും. 146 സീറ്റുകളാണ്. ആ 146 സീറ്റിൽ 69 സീറ്റ് ഇന്ത്യ മുന്നണിക്കും ബാക്കി 77 സീറ്റ് NDAക്കുമായിരിക്കും. ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡിൽ മൊത്തം 5 സീറ്റാണ്. ആ 5 എണ്ണത്തിൽ 3 എണ്ണം ഇന്ത്യ മുന്നണിക്കും 2 എണ്ണം NDAക്കുമായിരിക്കും. പിന്നെ തൊട്ടടുത്തുള്ളത് സിക്കിമാണ്. സിക്കിമിൽ ഒരേ ഒരു സീറ്റ് മാത്രമാണത്. ആ ഒരു സീറ്റ് NDAക്കായിരിക്കും. അരുണാചൽ പ്രദേശിലെ ആകെയുള്ള 2 സീറ്റിലെ 2 മുന്നണിയും ഇന്ത്യ മുന്നണിയും NDA മുന്നണിയും ഓരോരോ സീറ്റുകൾ പങ്കുവെക്കുകയായിരിക്കും. നമ്മുടെ നിരീക്ഷണത്തിൽ സാധ്യത നാം കണ്ടെത്തിയ പരിശോധനയുള്ള സാധ്യത 154 സീറ്റുകളിൽ 74 സീറ്റ് ഇന്ത്യ മുന്നണിക്കും 80 സീറ്റ് NDAക്കുമായിരിക്കും. ബീഹാറിൽ മൊത്തം വരുന്നത് 40 സീറ്റുകളാണ്. ആ 40 സീറ്റിൽ 35 സീറ്റ് ഇന്ത്യ മുന്നണിക്കും 5 സീറ്റ് NDAക്കുമായിരിക്കും. ആസാമിൽ മൊത്തം 14 സീറ്റുകളാണുള്ളത്. ആ 14 സീറ്റിൽ 7 സീറ്റ് ഇന്ത്യ മുന്നണിക്കും 7 സീറ്റ് NDAക്കും പകുതിയുമായിരിക്കും എന്നാണ് ഞങ്ങളുടെ നിരീക്ഷണത്തിൽ ഞങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. അതുപോലെ മേഘാലയയിൽ 2 സീറ്റുകളാണുള്ളത്. ആ 2 സീറ്റുകളും ഇന്ത്യ മുന്നണിക്കായിരിക്കും. നാഗാലാൻഡിൽ 1 സീറ്റ് മാത്രമാണുള്ളത്. ആ 1 സീറ്റ് ഇന്ത്യ മുന്നണിക്കായിരിക്കും. മേഘാലയയിലും നാഗാലാൻഡിലും NDAക്ക് ഒറ്റ സീറ്റ് പോലും ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഗുജറാത്തിൽ മൊത്തം 26 സീറ്റുകളാണ്. ആ 26 സീറ്റിൽ 5 സീറ്റ് മാത്രമായിരിക്കും ഇന്ത്യ മുന്നണിക്കുണ്ടാകുക. ബാക്കി വരുന്ന 21 സീറ്റും NDAക്കായിരിക്കും. മധ്യപ്രദേശിലെ മൊത്തം വരുന്ന 29 സീറ്റിൽ 9 സീറ്റുകൾ മാത്രമാണ് ഇന്ത്യ മുന്നണിക്കുണ്ടാവുക. ബാക്കി വരുന്ന 20 സീറ്റും NDAക്കായിരിക്കും. ഇപ്പോൾ മൊത്തം നമ്മൾ പരിശോധിച്ചത് 266 സീറ്റുകളാണ്. ആ 266 സീറ്റുകളിൽ 133 സീറ്റ് ഇന്ത്യ മുന്നണിക്കും 133 സീറ്റ് NDAക്കും. അതായത് മൊത്തം വരുന്ന 166 സീറ്റിൻ്റെ നേർപകുതി ഇന്ത്യ മുന്നണിക്കും നേർപകുതി NDAക്കുമായിരിക്കും. പിന്നെ ഛത്തീസ്ഗഡിൽ മൊത്തം 11 സീറ്റുകളാണ്. അതിൽ 5 സീറ്റ് ഇന്ത്യ മുന്നണിക്കും 6 സീറ്റ് NDAക്കുമായിരിക്കും. അതുപോലെ ഝാർഖണ്ഡിൽ മൊത്തം 14 സീറ്റുകളാണ്. ആ 14 സീറ്റിൽ 10 സീറ്റ് ഇന്ത്യ മുന്നണിക്കും 4 സീറ്റ് NDAക്കുമായിരിക്കും. ഒഡീഷയിലെ മൊത്തം 21 സീറ്റുകളിൽ 2 സീറ്റ് ഇന്ത്യ മുന്നണിക്കും 2 സീറ്റ് NDAക്കുമായിരിക്കും. ബാക്കി വരുന്ന 17 സീറ്റ് അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിക്കായിരിക്കും. പിന്നെ തൊട്ടടുത്ത് പശ്ചിമ ബംഗാളിൽ മൊത്തം 42 സീറ്റുകളാണ്. ആ 42 സീറ്റിൽ 12 സീറ്റ് ഇന്ത്യ മുന്നണിക്കും 10 സീറ്റ് NDAക്കും ബാക്കി വരുന്ന 20 സീറ്റ് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിനുമായിരിക്കും. രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായമനുസരിച്ച് തൃണമൂൽ കോൺഗ്രസിൻ്റെ പിന്തുണ ഇന്ത്യ മുന്നണിക്കായിരിക്കും. ഇപ്പോൾ നമ്മൾ മൊത്തം നിരീക്ഷിച്ചതിൽ 354 സീറ്റിൽ പശ്ചിമ ബംഗാളിലെ മമതാ ബാനർജിയുടെ സീറ്റ് അടക്കം 182 സീറ്റ് ഇന്ത്യ മുന്നണിക്കും 155 സീറ്റ് NDAക്കുമായിരിക്കും. അടുത്തായി ത്രിപുരയിൽ 2 സീറ്റുകൾ മാത്രമാണുള്ളത്. ആ 2 സീറ്റും NDAക്കായിരിക്കും. പിന്നെ മണിപ്പൂരിലും 2 സീറ്റുകളാണ്. മണിപ്പൂരിലെ 2 സീറ്റിൽ 2 സീറ്റും ഇന്ത്യ മുന്നണിക്കായിരിക്കും. പിന്നെ മിസോറാമിൽ ഒരൊറ്റ സീറ്റ് മാത്രമാണുള്ളത്. ആ 1 സീറ്റ് ഇന്ത്യ മുന്നണിക്കായിരിക്കും.
ദാമാൻ ദിയു. ദാമാൻ ദിയുവിൽ ഒരു സീറ്റ് മാത്രമാണുള്ളത്. ആ ഒരു സീറ്റ് ഇന്ത്യ മുന്നണിക്കായിരിക്കും. അതുപോലെ നാഗർ ഹവേലി. നാഗർ ഹവേലിയിലെ ഒറ്റ സീറ്റ് മാത്രമാണുള്ളത്. ആ ഒരു സീറ്റ് ഇന്ത്യ മുന്നണിക്കായിരിക്കും. മഹാരാഷ്ട്രയും വലിയ സംസ്ഥാനമാണ്. മഹാരാഷ്ട്രയിലും 48 പാർലമെൻറ്റ് മണ്ഡലങ്ങളുണ്ട്. ആ 48 പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ 28 ഇന്ത്യ സഖ്യത്തിനും 18 NDAക്കും 2 മറ്റുള്ളവർക്കുമായിരിക്കും. ഇപ്പോൾ നമ്മൾ നിരീക്ഷിച്ചത് 409 സീറ്റുകളാണ്. ആ 409 സീറ്റുകളിലെ 200 ഇന്ത്യ മുന്നണിക്കും 176 സീറ്റ് NDAക്കും 19 സീറ്റ് മറ്റുള്ളവർക്കുമായിരിക്കും. 17 സീറ്റുകളാണ്. ആ 17 സീറ്റിൽ 17 ഇന്ത്യ മുന്നണിക്കായിരിക്കും. ഗോവയിൽ 2 സീറ്റുകൾ മാത്രമാണുള്ളത്. ആ 2 സീറ്റിൽ 2 മുന്നണിയും ഇന്ത്യ മുന്നണിയും NDAയും ഓരോ സീറ്റുകൾ വീതം പങ്കിടും. ലക്ഷദ്വീപിൽ 1 സീറ്റ് മാത്രമാണുള്ളത്. ആ 1 സീറ്റ് ഇന്ത്യ മുന്നണിക്കായിരിക്കും. അതുപോലെ കർണാടകയിൽ മൊത്തം 28 സീറ്റുകളാണുള്ളത്. ആ 28 സീറ്റിൽ 22 സീറ്റ് ഇന്ത്യ മുന്നണിക്കും 6 സീറ്റ് NDAക്കുമായിരിക്കും. ആന്ധ്രാപ്രദേശിൽ മൊത്തം 25 സീറ്റുകളാണുള്ളത്. ആ 25 സീറ്റിലെ 2 സീറ്റ് ഇന്ത്യ മുന്നണിക്കും 2 സീറ്റ് NDAക്കും ബാക്കി വരുന്ന 21 സീറ്റുകളെ മറ്റുള്ളവർക്കും അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾക്കും മറ്റുമൊക്കെ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ മൊത്തം പരിശോധിച്ചത് 482 സീറ്റുകളാണ്. ആ 482 സീറ്റിലെ 257 സീറ്റ് ഇന്ത്യ മുന്നണിക്കും 185 സീറ്റ് NDAക്കും മറ്റുള്ളവർക്ക് 40 സീറ്റുമായിരിക്കും. പുതുച്ചേരിയിൽ 1 സീറ്റ് മാത്രമാണുള്ളത്. ആ 1 സീറ്റ് ഇന്ത്യ മുന്നണിക്കായിരിക്കും. പിന്നെ കേരളമാണ്, നമ്മുടെ ഈ കൊച്ചു കേരളം. നമ്മുടെ കേരളത്തിൽ മൊത്തം 20 സീറ്റുകളാണുള്ളത്. ഈ 20ൽ 20 ഇന്ത്യ മുന്നണിക്കായിരിക്കും. പിന്നെ തമിഴ്നാട്ടിൽ 39 സീറ്റുകളുണ്ട്. ആ 39ൽ 39 സീറ്റും ഇന്ത്യ മുന്നണിക്കായിരിക്കും. കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ NDAക്ക് ഒറ്റ സീറ്റ് പോലും ഉണ്ടാകില്ല എന്നുള്ളതാണ്. ആൻഡമാനിൽ 1 സീറ്റ് മാത്രമാണുള്ളത്. ആ 1 സീറ്റ് ഇന്ത്യ മുന്നണിക്കായിരിക്കും. ആൻഡമാനിൽ ഇപ്പോൾ നിലവിലുള്ള MP കുൽദീപ് റായ് ശർമ്മയാണ്. അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാവാണ്. ആൻഡമാനിലെ MP ആണ്. ഇപ്പോൾ നമ്മൾ മൊത്തം അവിടെ 1 സീറ്റ്, ആ 1 സീറ്റ് ഇന്ത്യ മുന്നണിക്കായിരിക്കും. ഇപ്പോൾ നമ്മൾ മൊത്തം 543 സീറ്റുകളാണ് നമ്മുടെ നിരീക്ഷണത്തിൽ നമ്മൾ കണ്ടെത്തിയത്. നമ്മളിവിടെ സാധ്യതകൾ അവതരിപ്പിച്ചത്. ആ 543 സീറ്റിലെ 318 സീറ്റ് ഇന്ത്യ മുന്നണിക്കും 185 സീറ്റ് NDAക്കും 40 സീറ്റ് മറ്റുള്ളവർക്കുമായിരിക്കും. ഇനി ഇന്ത്യ മുന്നണിക്കുള്ള സീറ്റിൽ 318 സീറ്റിൽ മമതാ ബാനർജിയുടെ 20 സീറ്റ് മാറ്റി നിർത്തിയാലും 298 സീറ്റുകൾ ഇന്ത്യ മുന്നണിക്കുണ്ടായിരിക്കും. NDAക്ക് 185 സീറ്റും മമതാ ബാനർജിയെ കൂടാതെ മറ്റുള്ളവർക്ക് 40 സീറ്റുകളും ഉണ്ടായിരിക്കും. ഞങ്ങളുടെ നിരീക്ഷണത്തിൽ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യമനുസരിച്ച് ഇന്ത്യ രാജ്യത്ത് നേരിടുന്ന പ്രശ്നങ്ങളെ എല്ലാം ബന്ധപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ നടത്തിയ ഈ കണ്ടെത്തലുകൾ, ഞങ്ങൾ നടത്തിയ ഈ പരിശോധന, ഈ സാധ്യത, അതുപ്രകാരം ഇന്ത്യയുടെ ഭരണം ഇന്ത്യ മുന്നണിക്കായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഈ കണ്ടെത്തലുകൾ നിങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.